എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സനൽ സുരേന്ദ്രൻ. എൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള നിഹലിസം എത്തിസം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2 ദിവസമായി മലബാറുകാരുടെ, പ്രത്യേകിച്ച് കണ്ണൂർക്കാരുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വന്ത് എന്ന് പറയുന്ന ഒരു തെയ്യം കലാകാരൻ്റെ മരണ വാർത്തയാണ്. അശ്വന്ത് എന്ന വ്യക്തിയോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു സങ്കടത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ ആ മരണത്തെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതയെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതല്ല. അവൻ്റെ മരണത്തിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് കണ്ടു, ഒരു വ്യക്തിയുടെ കമൻറ്റ് കണ്ടു. ആ കമൻറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ്. ആ കമൻറ്റ് വായിച്ചതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ കമൻറ്റ് വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ കൂടി ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ആചാരത്തെ വ്യഭിചരിച്ചപ്പോൾ ദേവതകൾ തലക്കടിച്ച് വീഴ്ത്തി. ദേവതകൾ തലക്കടിച്ച് വീഴ്ത്താനോ? അങ്ങനൊരു സംഭവം ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും അശ്വന്ത് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ആചാരത്തെ വ്യഭിചരിച്ചത് എന്നൊന്ന് ഈ വ്യക്തി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആ വ്യക്തിയുടെ പേര് സജീവൻ PI. ഇതിന് താഴെ അശ്വന്തിനെ അറിയുന്ന ഒരുപാട് ആൾക്കാർ പോസിറ്റീവ് കമൻറ്റ് ചെയ്തു. അതിനുശേഷം അയാൾ ചെയ്തൊരു വീണ്ടും ഒരു നെഗറ്റീവ് കമൻറ്റ്. അതെന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവർ കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുകയും കള്ള് കുടിക്കുകയും ചെയ്യുന്ന ക്ഷേത്ര സന്നിധിയിലെ മരക്കമ്പിൽ ഊഞ്ഞാലാടുകയാണ് പതിവ്. കെട്ടിയാട്ടക്കാരിൽ ഭൂരിപക്ഷം ഇടക്ക് വെച്ച് യാത്ര അവസാനിപ്പിക്കലാണ് പതിവ്. സജീവൻ PI അടങ്ങുന്ന ഇതേ അഭിപ്രായമുള്ള ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് തരാനുള്ള മെസ്സേജ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ദിവസം വാങ്ങുന്ന വേതനം എത്രയാണ്? അത് 8 മണിക്കൂറായിരിക്കും. അതിനുശേഷം ഓവർ ടൈം എത്ര വാങ്ങുന്നു? അതിനുശേഷം നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു 3 ദിവസം ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേതനം വേണം? ആ വേതനം ക്ഷേത്രങ്ങളിൽ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു ക്ഷേത്രങ്ങളിൽ നിന്ന് വേതനം കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. തെയ്യം കലാകാരന്മാർ മരിക്കുന്നത് മൊത്തം ഇങ്ങനെയുള്ള ദൈവകോപം കൊണ്ട് എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി പറഞ്ഞത്. അശ്വന്ത് മരിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പല തെയ്യം കലാകാരന്മാരും മരിക്കുന്നത് വേതനം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. അവർക്ക് ജീവിക്കാനുള്ള വേതനം കിട്ടുന്നില്ല, ലോണുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, ബാധ്യതകളുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പല കലാകാരന്മാരും മരിച്ചിട്ടുള്ളതും ഇപ്പം മരിക്കുന്നതും. എല്ലാം ഒട്ടുമിക്കെല്ലാം ആത്മഹത്യ തന്നെയാണ് മരണം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ദേവതകളൊന്നും ഇതുവരെ കൊണ്ടുപോയ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.